കൊച്ചിയിൽ കാണാതായ 12 വയസ്സുകാരിയെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. വല്ലാർപാടത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. വൈകിട്ട് 4:50 ശേഷം 5 മണിക്കിടയിലുള്ള സമയത്തിനിടെയാണ് കുട്ടിയെ കാണാതാകുന്നത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കളെയും സ്കൂളിലേക്കും ഒക്കെ വിവരങ്ങൾ ചോദിച്ച് അതിനുശേഷം പോലീസിൽ പരാതി നൽകിയതിനൊടുവിലാണ് ഇപ്പോൾ കണ്ടുകെട്ടിരിക്കുന്ന കുട്ടിയെ. ശ്യാം പ്രസൗത്തമൻ വിവരങ്ങൾ നൽകും. ശ്യാം, ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്ത ഈ നിമിഷം പുറത്തു വരികയാണ്. ഇവിടെ വെച്ച് എങ്ങനെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്? വൈപ്പിൻ കാളമുക്ക് ഭാഗത്ത് നിന്നാണ് കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയും കുട്ടിയുടെ അമ്മയും ഒക്കെ ഇപ്പോൾ ആ സ്ഥലത്തുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഉടൻ തന്നെ നമ്മൾ എത്തും. വൈപ്പിൻ കാളമുക്ക് ഭാഗത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചിരുന്നു, സ്കൂളിൽ പിടിച്ചിരുന്നു. അതിനുശേഷം ഈ ഫോൺ തിരികെ അതായത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളെ കൂട്ടിക്കൊണ്ടുവരണം എന്ന കാര്യം പങ്കുവച്ചിരുന്നു. പക്ഷെ അത് കുട്ടിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടത്. അക്കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കുട്ടിയുടെ കയ്യിൽ നിന്നൊരു ഫോൺ സ്കൂളിൽ പിടിച്ചിരുന്നു. അത് ഈ കുട്ടിയാകെ അസ്വസ്ഥയായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവം എന്നറിയാനായിട്ട്. എന്തായാലും നിലവിലിപ്പോൾ വലിയ ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ആ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ വൈപ്പിൻ കാളമുക്ക് ഭാഗത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ധരിച്ചിരുന്ന അതേ യൂണിഫോമിൽ തന്നെ മറ്റു ഭക്ഷണങ്ങളും തന്നെ കുട്ടി കഴിച്ചിരുന്നില്ല. നിലവിൽ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ബന്ധുക്കളും മറ്റുമൊക്കെ കൂടെയുണ്ട്. അവിടെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ഈ കുട്ടി. എങ്ങനെയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പറയാമോ? വല്ലാർപാടം കാളമുക്കിൽ നിന്നാണ് ഇപ്പോൾ കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. വല്ലാർപാടം കാളമുക്കിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. കാണാതായി 6.5 മണിക്കൂറിന് ശേഷം 7 മണിക്കൂറിന് ശേഷമാണ് കാളമുക്കിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. പോലീസ് ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പിന്നാലെയാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ശ്യാം നൽകുന്ന പരിമിതമായിട്ടുള്ള വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു ഫോൺ കുട്ടി സ്കൂളിൽ കൊണ്ടുപോയിരുന്നു. സ്കൂളിൽ ഫോൺ കൊണ്ടുപോയി. സ്വാഭാവികമായും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഫോൺ കൊണ്ടുപോകുമ്പോൾ അധ്യാപകർ അത് പിടിച്ചു വെക്കും. അങ്ങനെ ഫോൺ പിടിച്ചു വെച്ചു. അതുകൊണ്ട് അതിൽ പേടിച്ച് വീട്ടിലേക്ക് വരുന്നതിനുള്ള പേടി കൊണ്ടായിരിക്കണം കുട്ടി എങ്ങോട്ടോ പോയി. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അതിൽ അവൾ നിരാശപ്പെട്ടിരുന്നു. അതിനുശേഷം അതാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് എന്നുള്ള വിവരം നൽകുന്നു. അതിന് പിന്നാലെയായിരിക്കാം ഒരുപക്ഷെ വല്ലാർപാടത്തേക്ക് ഈ കാളമുക്കിൽ അങ്ങോട്ടേക്ക് കുട്ടി പോയിട്ടുണ്ടാവുക.